ആ ഒരു മാസക്കാലം 6 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിലൊന്നായിരുന്നു. പിൽക്കാലത്ത് പ്രവാചകനായ ശേഷം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഓരോ തെരുവുകളും കാണുമ്പോൾ താൻ കുട്ടിക്കാലത്ത് അവിടെ ചിലവഴിച്ച നിമിഷങ്ങൾ അവിടുന്ന് സ്വഹാബാക്കളുമായി പങ്കുവെക്കുമായിരുന്നു. മദീനയിലെ ബനൂ നജ്ജാർ കുടുംബത്തിൻ്റെ തോട്ടത്തിനടുത്തുള്ള ഒരു വലിയ കുളത്തിൽ വെച്ചാണ് താൻ നീന്താൻ പഠിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. മക്കയിൽ വെള്ളം വളരെ കുറവായതുകൊണ്ട് നീന്താൻ അവസരമുണ്ടായിരുന്നില്ല. മദീനയിലെ തൻ്റെ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം വെള്ളത്തിൽ ചാടി മറിഞ്ഞ ആ ദിവസങ്ങൾ നബിക്ക് വലിയ സന്തോഷം നൽകിയ ഒന്നായിരുന്നു. നബിയും ഉമ്മയും താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിൽ വന്നിരിക്കാറുള്ള പക്ഷികളെ അവിടുന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഒരിക്കൽ മദീനയിൽ വെച്ച് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ വീട്ടിലായിരുന്നു ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം താമസിച്ചിരുന്നത്. ഈ വീടിന് മുകളിലേക്ക് പറന്നു വരാറുള്ള പക്ഷികളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മദീനയിലെ കുട്ടികൾ അക്കാലത്ത് നടത്തിയിരുന്ന ചെറിയ വിനോദങ്ങളിൽ നബിയും പങ്കുചേർന്നിരുന്നു. പിൽക്കാലത്ത് മദീനയിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ മൈതാനത്താണ് ഞാൻ കുട്ടികളോടൊപ്പം കളിച്ചിരുന്നത്. മദീനയിലെ അൻസാരികളോട് നബിക്കുണ്ടായിരുന്ന പ്രത്യേക സ്നേഹത്തിനൊരു കാരണം ഈ കുട്ടിക്കാലത്തെ ബന്ധം കൂടിയായിരുന്നു. തൻ്റെ പിതാവ് അബ്ദുള്ളയെക്കുറിച്ച് ഉമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് വളർന്ന നബി ആദ്യമായി ഉപ്പയുടെ ഖബറിന് മുന്നിൽ നിന്നു. 6 വയസ്സുകാരനായ മകൻ്റെ ആ നിൽപ്പ് ആമിന ബീവി